അവിടെ ഒരുപാട് വെറ്റിനറി ഡോക്ടേഴ്സിന് ആ രീതിയിലുള്ള ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ല. തമിഴ്നാട്ടിലായാലും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലായാലും 500, 1000, 5000 ഒക്കെ ഉള്ള ആട് ഫാമുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പൊ ഞങ്ങള് നാഗ്പൂർ ചെയ്തിട്ടുള്ള ഒരു ഫാം BR ഷെട്ടി, നിങ്ങൾ അതിന്റെ കൂടെ ആളുടെ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കൈവയ്ക്കുക, അദ്ദേഹത്തിന് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചു നോക്കാം. നാഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ 24,000 പെണ്ണാട്, അതേമാതിരി 36,000 ആണാടിനെ വളർത്തുന്ന ഫാമുണ്ട്. അടുത്ത 225 ഹെക്ടർ സ്ഥലമുണ്ട്. ഒരു ഷെഡിന്റെ നീളം 900 മീറ്ററാണ്. 6000 ആടാണ് ഒരു ഷെഡിന്. അങ്ങനത്തെ 4 ഷെഡുകളാണ്. അപ്പോ അതിന് വേണ്ട എല്ലാ പുല്ല്, ചോളം, ബജ്ര എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കൃഷി ചെയ്യാണ്. അതുകൂടാതെ ആൽഫ എന്ന് പറയുന്ന ഒരു ആൽഫ കേട്ടിട്ടുണ്ടോ? ഒരു മഞ്ഞ പൂവുണ്ടാവുന്ന ഒരു ചെറിയ കുറ്റിച്ചെടിയാണ്. ചെടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ചെടിയാണ്. ഗൾഫിലുള്ള അൽമറായി, നാഗ പോലെയൊക്കെയുള്ള പശുവിനെ വളർത്തുന്ന ഡയറി ഫാമുകൾ അവര് ആൽഫ ആണ് ഈ പിണ്ണാക്കിന് പകരമൊക്കെ കൊടുക്കുന്നത്. കാരണം പിണ്ണാക്ക് അവർക്ക് സൗദി അറേബ്യയിൽ അവൈലബിൾ അല്ല, പുറം നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. അത് അധികം നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവര് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആൽഫ ആണ് കൊടുക്കുന്നത്. സൗദിയിൽ തബൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വന്നിട്ടുള്ള ആളുകളുണ്ട്. അവര് ടാർക്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനി കേട്ടിട്ടുണ്ടോ? അസ്ട്ര എന്ന് പറയുന്ന കമ്പനി കേട്ടിട്ടുണ്ടോ? ടാർക്കൊക്കെ ഏകദേശം ഒരു 25 സ്ക്വയർ കിലോമീറ്റർ ആണ് ഒരു ഫാമിന്റെ സൈസ്. അപ്പൊ അവരൊക്കെ ബൾക്കായിട്ട് നമുക്ക് ആൽഫ കൃഷി ചെയ്തിട്ട് നമ്മുടെ വൈക്കോലിന്റെ പല്ലറ്റ് ഉണ്ടാക്കുന്ന മാതിരി പല്ലറ്റാക്കിയിട്ട് ഇങ്ങനെയുള്ള ഡയറി ഫാമുകളിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മുടെ അവിടെ പിണ്ണാക്കിന് 40, 50, 60 രൂപ വരുമ്പോ നമുക്ക് ആൽഫയുടെ വിത്തുകളൊന്നും ഇവിടെ കിട്ടാനില്ല. എന്താണ് അവിടെ അറിവില്ല. അതെ, തണ്ടായിട്ട് മഞ്ഞ പൂവായിട്ട് വരും. കുറച്ചാളുകൾ തമിഴ്നാട്ടിലൊക്കെ അത് കുറേശ്ശൊക്കെ കൃഷി ചെയ്തിരുന്നു. അപ്പൊ നമുക്കത് വളരെ നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ മഴയുള്ള സമയം ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ 60 രൂപയ്ക്ക് പിണ്ണാക്ക് മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10-15 സെന്റ് സ്ഥലത്ത് നമ്മൾ ആൽഫ കൃഷി ചെയ്തിട്ട് ഒരു 6-7 തണ്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റയോടെ കൊടുത്താൽ മതി. അപ്പൊ ഒരുപാട് ഓൾട്ടർനേറ്റീവായുള്ള രീതികളുണ്ട്. നമുക്ക് ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ തീറ്റയിൽ നമുക്ക് അവലംബിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തീറ്റയിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത, നിങ്ങൾ പശുവിനെ വളർത്തുന്ന ആളായിക്കോട്ടെ ആടിനെ വളർത്തുന്ന ആളായിക്കോട്ടെ, ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ചോളത്തവിട്, ഇലത്തവിട്, ഓക്കേത്തവിട് എന്നൊക്കെ പറയുന്നത്. ഇന്ന് രാവിലെ കൂടി ഒരു കർഷകൻ വിളിച്ചോളൂ. അപ്പോ ആടിനെ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരുന്നത് ആൾക്കാർ 200 ചില്ലാൻ ആടുണ്ട്. ഇങ്ങനെ മേഞ്ഞ് വളർത്തുന്ന രീതിയാണ്. രാവിലെ അദ്ദേഹം അഴിച്ചുവിടും, ആടിന്റെ കൂടെ പോകും, വൈകിട്ട് തിരിച്ച് കൂട്ടി വരും. വരുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഓളത്തോട് ഇട്ട് കൊടുക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഞാൻ ആളോട് പറഞ്ഞിരുന്നു ഇതാണ് അതിന്റെ റീസൺ. എന്നാലും ആളുടെ രീതിയിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. കൊടുത്തായിരുന്ന ഓരോ സാധനങ്ങളും നിർത്തി അവസാനം ചോളത്തോട് മാത്രമായി. ഇപ്പൊ വയറിളക്കം ഉണ്ടെന്ന് നേരില്ല, മനസ്സിലാകാൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ചോളത്തവിടിന് അല്ലെങ്കിൽ ഓക്കേത്തവിടിനൊന്നും നമ്മൾ സംശയിക്കാറില്ല വയറിളക്കൊക്കെ വരുമ്പോൾ. ചോളത്തവിട് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി മൈദയാക്കാനായിട്ട്. ഗോതമ്പ് പൊടിയെ നമ്മൾ ഡാർക്ക് ഫ്ലേവർ എന്ന് പറയും, മൈദേന വൈറ്റ്. ചോളത്തവിട് കഴിക്കാത്ത ഒറ്റ മൃഗങ്ങൾ പോലും ഉണ്ടാവില്ല. പക്ഷെ ചോളം പോലും കഴിക്കാത്ത ആളുകളുണ്ട് ചിലത്. അപ്പൊ അതിന്റെ കാരണം ആ എസൻസ്, അതിന്റെ സ്മെല്ലാണ്. അപ്പൊ ആ സാധനം നമ്മൾ തീറ്റയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഒരാൾ വളർത്തിയാലും നമ്മൾ ഒരു ഫാമായിട്ട് ചെയ്താലും. അപ്പോ നമ്മൾ ഏത് രീതിയിൽ ഫാം തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണയായി. നമുക്ക് നല്ലത് സെമി ഇന്റൻസീവ് ആണ്, സ്റ്റോൾ ഫീഡാണ്. അപ്പൊ നമ്മൾ അതിന്റെ കൂട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 2 സൈഡിലും നമുക്ക് GI നെറ്റ് മതി. നെറ്റില് നമ്മൾ എപ്പോക്സി എന്ന് പറയുന്നത് ഒരു ഹാർഡനർ ഉണ്ടാവും, ഒരു റെസിൻ ഉണ്ടാവും. അത് മിക്സ് ചെയ്താണ് നമുക്ക് കോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് എപ്പോക്സി എന്ന ബേസ് കോട്ടും കിട്ടും, ഫൈനൽ കോട്ടും കിട്ടും. അത് 2 കോട്ട് കൂടിന്റെ പണി കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അടിക്കണം. അത് കഴിഞ്ഞ് താഴെ നമുക്ക് എപ്പോഴും നല്ലത് പ്ലാസ്റ്റിക് സ്ലേറ്റുകളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം മരം. പക്ഷെ മരം ആ രീതിയിൽ പ്രോസസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആവും. അപ്പൊ അതിലും നല്ലത് പ്ലാസ്റ്റിക് സ്ലേറ്റുകളാണ്. അത് UV ട്രീറ്റഡ് ഷീറ്റുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 മുതൽ 10 വർഷമൊക്കെ
നിൽക്കും. കമ്പനി 10-15 വർഷം പറയാറുണ്ട്, പക്ഷെ ഒരു 8-10 വർഷം സുഖമായിട്ട് നിൽക്കാറുണ്ട്. ചൈനയിൽ നിന്ന് വരുന്ന UV ട്രീറ്റഡ് അല്ലാത്ത പ്ലാസ്റ്റിക് സ്ലേറ്റുകൾ ഉപയോഗിച്ചാൽ 3-4 വർഷത്തിനേക്കാളും പൊട്ടിപ്പോകും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ മേടിക്കുന്ന ബക്കറ്റ്, ആ ബക്കറ്റ് UV ട്രീറ്റഡ് ചെയ്യാത്ത പ്ലാസ്റ്റിക്കാണ്. ആ ബക്കറ്റ് നമ്മൾ ഒരു തവണ പോലും ഉപയോഗിക്കാതെ നമ്മുടെ സ്റ്റോർ റൂമിൽ ഇരുന്ന് 5 കൊല്ലം ഇരുന്നാലും കേടാവില്ല. നേരെ തിരിച്ച് വെയിൽ കൊണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷമായിട്ട് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ആ ബക്കറ്റ് 1 കൊല്ലത്തിന് 2 കൊല്ലത്തിന് മേലേക്കും പൊടിഞ്ഞ് പൊട്ടിക്കും. അതാണ് ഈ PVC പ്ലാസ്റ്റിക് സ്ലേറ്റുകളിലും സംഭവിക്കുന്നത്. അപ്പോൾ UV ട്രീറ്റഡ് ആയിട്ടുള്ള ബേസ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. തീറ്റത്തൊക്കെയൊക്കെ നമുക്ക് കുറച്ചുകൂടി നല്ലത് അലുമിനിയത്തിലൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കൂടിന്റെ വീതി ഒരു കാരണവശാലും 4 മുതൽ 5 അടിയിൽ കൂടാൻ പാടില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ ആൾക്കാർ കൂടുകയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 20 അടി നീളം, ഒരു 25 അടി, അപ്പോൾ 4-5 തെങ്ങൊക്കെ വെട്ടിക്കളയും. എന്നിട്ട് നമ്മൾ മേസനെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകാരെയൊക്കെ കൊണ്ടുവരും. എന്നിട്ട് പറയും ആ തെങ്ങ് മുതൽ ഈ തെങ്ങ് വരെ, ഈ തെങ്ങ് മുതൽ ആ വാഴ വരെ, ആ അടക്കാരം വരെ. അപ്പൊ അവര് അളവ് പിടിച്ചിട്ടൊക്കെ പണിയും. അപ്പോ അത്രയും വീതിയിൽ നമ്മൾ കൂടുണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദോഷം, ആടുകള് നിങ്ങള് കൂട്ടത്തോടെ ഒരു കൂട്ടിൽ ഓപ്പൺ ആയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് കിടക്കണ സമയത്ത് കരിയറ തടുത്തുവിട്ട് വാര്യമാരെല്ലാം അങ്ങനെ കൂടി കിടക്കണം. അപ്പൊ ഒരെണ്ണത്തിന്റെ ശ്വാസം അടുത്തതിന് ചെല്ലും. ഒരാടിന് അസുഖം വന്നാൽ എല്ലാ ആടിനും അസുഖം വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ആടിന് ഏറ്റവും കൂടുതൽ വരുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അതായത് ശ്വാസകോശ രോഗങ്ങളാണ്. ന്യൂമോണിയ, ചുമ, പനി, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ഈ കൂടുകളുടെ വീതി 4 അടി 5 അടി ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്താൽ ഇതിങ്ങനെ കൂടി കിടക്കില്ല. നീളം നമുക്ക് 10 അടി, 20 അടി, 30 അടി, 40 അടി, 100 അടിയോ 900 അടി വരെയുള്ള കൂടുകൾ നമ്മൾ പണിതിട്ടുണ്ട്. അപ്പൊ നീളം നമുക്ക് എത്ര വേണേലും ആവാം. അപ്പോ ഇങ്ങനെ വീതി കുറവിൽ പണിയുമ്പോൾ നമുക്ക് രണ്ടാമതൊരു ഗുണമുണ്ട്. നമ്മളൊരു കൂടിന്റെ ഒരറ്റത്ത് വന്ന് നിന്നിട്ട് തീറ്റയോ പുല്ലോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് നോക്കിയാൽ 100 അടി അകലെയുള്ള കൂടാണെങ്കിൽ പോലും ഒരാട് തീറ്റ എടുക്കാതെ മാറി നിന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം ആടിന് അസുഖം വരുമ്പോൾ പലപ്പോഴും നമ്മൾ അസുഖം വഷളായതിനു ശേഷം മാത്രമേ കണ്ടുപിടിക്കാറുള്ളൂ. അപ്പോൾ ആദ്യം അത് തീറ്റ എന്ത് കുഴപ്പം വന്നാലും ഏറ്റവും ഫസ്റ്റ് തീറ്റ എടുക്കുകയും ചെയ്യും. അപ്പൊ തീറ്റ എടുക്കാതെ മാറി നിൽക്കുന്ന ആടിനെ നമ്മൾ അടുത്ത് പോയിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ചെവി പിടിച്ച് നോക്കണം. ചെവി പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമുക്കറിയാം. വയറ് ശ്രദ്ധിക്കുക, അതിന് ഗ്യാസ് ഉണ്ടോയെന്ന് നോക്കണം. മനസ്സിലായി? കണ്ണ് പിടിച്ചു നോക്കാം, പിങ്ക് ഐ ടെസ്റ്റ് എന്ന് പറയും. അത് ഞാൻ വരുന്ന സ്ലൈഡിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ നമുക്കൊരു 3-4 കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണ് അതിന്റെ പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അസുഖമുള്ള ആടിനെ ഇങ്ങനെയുള്ള കൂടുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആടിന് ഏറ്റവും കൂടുതൽ ആട് തീറ്റ കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം തീറ്റയെക്കൂടെ വന്നിട്ടുള്ള വിഷബാധകളോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ തീറ്റ അധികം കഴിച്ചതുകൊണ്ട് ദഹനം വരാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഉദാഹരണത്തിന് ഇപ്പം നമുക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്, അതിൽ നമുക്ക് 500 കിലോ 600 കിലോ കമ്പനി 500 കിലോ പറയുന്ന ആൾക്കാർ ഒരു ടണ്ണൊക്കെ കൊണ്ടുപോകും. നേരെ തിരിച്ച് നമ്മൾ അതിലൊരു 5 ടണ്ണ് കയറ്റി വെച്ചാൽ എന്തുണ്ടാവും? ഓട്ടോറിക്ഷയുടെ 2 കാല് ചിലപ്പോൾ ഒടിഞ്ഞു പോയിട്ട് വണ്ടി മുന്നോട്ട് പോകില്ല. അതുമാതിരിയാണ് ആട്. അപ്പൊ ആടിന് ഒരു ദിവസം ദഹിക്കാവുന്ന ആഹാരത്തിന് അതിന്റെ ഉത്പാദിപ്പിക്കുന്ന ദഹനരസത്തിനൊക്കെ ഒരു പരിധി ഉണ്ട്. അപ്പൊ ചിലപ്പോ ആട് തലേദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, പിറ്റേ ദിവസം ഭക്ഷണം കാണുമ്പോൾ ആർത്തി പിടിച്ചിട്ട് മറ്റുള്ള ആടുകളൊക്കെ തള്ളി മാറ്റി ഒരുപാട് ആഹാരം കഴിക്കും. അതിന് കാരണം നമ്മൾ തന്നെയാണ്. തലേദിവസം ആഹാരം കഴിക്കാതിരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ ഇത്രയും കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ പിന്നെ കൂടുതൽ പ്രശ്നമായി. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് കുറച്ച് സോഡിയം ബൈകാർബണേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് കൊടുക്കാം. അതേമാതിരി ഒരു 2 ഔൺസ്, 1 ഔൺസ് എന്ന് പറഞ്ഞാൽ 30 മില്ലി, ഒരു 50-60 മില്ലി വെളിച്ചെണ്ണ കുടിപ്പിക്കുക. നമ്മൾ കുടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ലങ്സിലേക്ക് അത് പോകാൻ പാടില്ല, ശ്വാസകോശത്തിലേക്ക് പോകാൻ പാടില്ല. അത് നിർബന്ധിച്ച് ഒഴിക്കുമ്പോൾ വളരെ ഏറ്റവും നല്ലത് നമ്മൾ സിറിഞ്ചിലിട്ട് കുറേശ്ശെ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ അധികമായിട്ട് പെട്ടെന്ന് ചെല്ലില്ല, ശ്വാസകോശത്തിന് പോവില്ല. ആ വെളിച്ചെണ്ണ കൊടുത്തതിന് ശേഷം നിർബന്ധമായിട്ട് നമ്മൾ ആടിനെ കൂട്ടിന്ന് ഇറക്കണം. അപ്പോൾ ഗ്യാസ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ട് വയറിൻ്റെ സൈഡിൽ അവർ ചെറിയ സർജിക്കൽ നൈഫ് ഉണ്ടാവും, കട്ട് ചെയ്തിട്ട് ഗ്യാസ് കളയാം. അപ്പം നമ്മൾ ആ വയറിങ്ങനെ നോക്കുമ്പോൾ അറിയാം. ഞാൻ സ്ലൈഡിൽ അതിൻ്റെ പടങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ധാരണയായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് നടത്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ കൊടുത്ത കാരണം രണ്ടാമത് ഗ്യാസ് ഫോം ചെയ്യില്ല.
അപ്പോൾ ഒന്നോ രണ്ടോ ഡോക്ടർ വന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പിന്നെ അങ്ങനെ വരുന്ന അവസ്ഥയിൽ അത് ചെയ്യാനായിട്ട് പറ്റും. സർജിക്കൽസിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്ന് ചെറിയ സർജിക്കൽ നൈഫ് നമുക്ക് വാങ്ങി വയ്ക്കാം. അത് നന്നായിട്ട് വൃത്തിയാക്കി അനുയോജ്യമാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരു 50 മുതൽ 60 മില്ലി ആടൊക്കെയാണെങ്കിൽ ഒരു 60 മില്ലി, ചെറിയ ആടൊക്കെയാണെങ്കിൽ 25-30 മില്ലിയൊക്കെ മതി. നമ്മൾ അതൊക്കെ ചെയ്യാം. പക്ഷെ എന്ന് വെച്ചാലേ 2 റീസൺ ഉണ്ട്. ഒന്ന്, ആ ഗ്യാസ് ഇട്ട് പോയാൽ രണ്ടാമത് വരില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ വിട്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പിറ്റേ ദിവസം പലപ്പോഴും ആട് ചാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് അസുഖം കാരണമല്ല, അതിന്റെ വയറ്റിൽ ഗ്യാസ് കയറിയിട്ടാണ് പലപ്പോഴും ആട് ചാവാറ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ പുറത്ത് കൊണ്ടുവരുന്ന ആടിനെ ഒരു 5-10 റൗണ്ട് നമ്മൾ നടത്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമ്മൾ കൂട്ടിൽ കയറ്റി നിർത്താനായിട്ട് പാടുള്ളൂ. അപ്പൊ കൂടിന്റെ നമുക്ക് വീതി നേരത്തെ പറഞ്ഞ മാതിരി കൂട് സാധാരണ ഇങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. അല്ല, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അതൊക്കെ എന്താ പറയാ, ഞാൻ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഓരോരുത്തരും ചോദിച്ചാൽ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് 4 പേരും തിരില്ല. അപ്പോൾ എല്ലാവർക്കും അവസരം തരാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമുക്ക് അതൊക്കെ കവർ ചെയ്യാം. അപ്പോൾ അത് ഒരു കാര്യം. അപ്പോൾ കൂടിന്റെ കൺസ്ട്രക്ഷൻ കൂടിന്റെ മോഡില് നമുക്കൊന്നില്ല പഴയ ഓടുണ്ടെങ്കിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആസ്ബറ്റോസോ പഴയ ആസ്ബറ്റോസൊക്കെ ഒരുപാട് വീടുകളിൽ പൊളിച്ചത് വാങ്ങാൻ കിട്ടും. അത് കുറച്ച് എഫക്റ്റീവായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ GI ഷീറ്റോ അലുമിനിയം ഷീറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പരമാവധി പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റുകൾ ഒഴിവാക്കാം. അതായത് ഈ നീല കളറൊക്കെയുള്ള ഷീറ്റുകളില്ല. അതിന്റെ റീസൺ ഉണ്ട്. അത് ചെറുതായിട്ട് വെയിലടിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ആവി തിന്നും. അതുമാതിരി ആ ഒരു തിൻ ഷീറ്റിനുള്ളതിനേക്കാളും ഒരുപാട് കൂടുതൽ ചൂട് ആ കൂടിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മരം കൊണ്ടുള്ള കൂടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ ആടിന്റെ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 10 മുതൽ 15 അടി. നേരെ തിരിച്ച് നമ്മൾ ഈ GI മെഷൊക്കെ ഉപയോഗിച്ച് താഴെ നമ്മൾ TVCയുടെ ഫ്ലോറിംഗ് ഒക്കെ കൊടുത്ത കൂടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 0.5 മുതൽ 6 അടി മാത്രമേ ആവശ്യമുള്ളൂ. മലബാറി ആടുകൾ കേട്ടോ. ഹൈബ്രിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സ്പേസ് ആവശ്യം വരും. അപ്പോൾ മരക്കൂടുകളുള്ളതിന്റെ ഏകദേശം പകുതിയോടത്തോളം സ്പേസേ വരുന്നുള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ മരം കൊണ്ടുണ്ടാക്കിയ കൂടില് ഇത്ര ഉള്ള ഒരു പട്ടിക കഴിഞ്ഞിട്ട് ഒരു വിരൽ പോണ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എയർ സർക്കുലേഷൻ കുറവായിരിക്കും. നേരെ തിരിച്ച് നമ്മൾ GI നെറ്റൊക്കെ വെച്ചിട്ട് സൈഡ് കവർ ചെയ്യുന്ന കൂടുകളിൽ ആട് വെളിയിൽ നിൽക്കുന്ന അതേമാതിരി തന്നെ കൂടിൽ നിൽക്കുക. അതിന്റെ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് കൂടിന്റെ കാര്യം. 2, കൂടിന്റെ അടിയിൽ നമുക്ക് മൂത്രവും കാഷ്ടവും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഒരു പച്ച ഷെയ്ഡ് നെറ്റ്, ഇപ്പൊ നമ്മൾ ഗാർഡൻ നെറ്റ് എന്നൊക്കെ പറയുന്ന നെറ്റ്, അത് 4 കാലിൽ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ കാട്ടായിക്കണം. 4 കാലിലും നടുക്ക് 2 സൈഡിലും വലിച്ചു കെട്ടാം. എന്നിട്ട് അതിന്റെ താഴെ ഒരു നമ്മള് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി നടുക്ക് ഒരു തുളയിട്ട് ഒരു ബക്കറ്റ് വെച്ചാൽ ആ ബക്കറ്റിൽ നമുക്ക് മൂത്രം കളക്ട് ചെയ്യാം. കാട്ടം മൈദ വെക്കും. ഒരു 3 ദിവസം കൂടുമ്പോ എന്താണ് ഇല്ല, കാട്ടം മാത്രമേ നെറ്റികൾ പോകും. അല്ല, അതിന്റെ താഴെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കേട്ടാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കെട്ടി നടുക്കൊരു തുളയിട്ട് ബക്കറ്റ് വെച്ചപ്പോ നമ്മള് 5-10 അല്ലെങ്കിൽ 10-20 ആടൊക്കെ നമ്മൾ വളർത്തുന്ന കൂട്ടിയിൽ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൊമേഴ്സ്യൽ ഗോഡ് ഫാമിങ്ങില് നമുക്ക് ഒന്നിലെ താഴെ തറ നമ്മൾ ഒരു കാരണവശാലും കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് വരും. അപ്പോൾ വെറുതെ മെറ്റല് നമ്മൾ നിരത്തിയതിന് ശേഷം നമ്മൾ പരിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് സ്ലോപ്പ് ചെയ്ത് നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് വീണ്ടും മൂത്രം താഴെ പച്ചനെറ്റ് കേട്ടാൽ താഴെ മൂത്രം കറക്റ്റായിട്ട് ഒഴുകി നമുക്ക് ഒരു കളക്ഷൻ ടാങ്കിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കിറ്റിലേക്ക് നമുക്ക് ശേഖരിക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോളികാർബണേറ്റ് ഷീറ്റോ ഷീറ്റ് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു പാത്തിയും വെച്ച് ഒരു സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാട്ടം പാത്തി കഴിഞ്ഞാൽ അതുമാതിരി ഒഴിയും. ഒരു 100 ആടൊക്കെയുള്ള ഒരു ഫാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 അല്ലെങ്കിൽ 4 ക്യൂബിക് മീറ്റർ ഉള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ്
റൺ ചെയ്യാനായിട്ടുള്ള നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മൂത്രം മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിന് 2 രീതിയിൽ സബ്സിഡി ഉണ്ട്. ഒന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഈ നമ്മുടെ അനർട്ടിന്റെ അംഗീകൃതമുള്ള ഏജൻസികളുണ്ട്. അപ്പൊ അവരെ മേടിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേ 9,000 രൂപ തന്നെ 4,400 പ്ലാന്റിന് സബ്സിഡി നമ്മുടെ പേരിൽ നമുക്ക് ചെക്കായിട്ട് കിട്ടും. അപ്പോൾ ഓരോ ജില്ലയ്ക്കും ഇത്ര പ്ലാന്റ് എന്നുള്ളതുണ്ട്. ഈ തവണത്തെ തൃശ്ശൂർ എനിക്ക് 1000 പ്ലാന്റ് ആണെന്നുള്ളൂ. അപ്പോൾ ആദ്യം വരണ 1000 പേർക്കായിരിക്കും അതിന്റെ സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടാൻ. എന്താണ് ചൂട് നമുക്ക് 12 മണി നമുക്ക് തൽക്കാലം നോക്കിയിട്ട് അടുത്ത സെഷൻ നമസ്കാരം സുഹൃത്തുക്കളെ. ഈ കാർഷിക രംഗത്ത് നമ്മൾ കണ്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോകളിൽ കൂടുതലും സക്സസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ കണ്ട വീഡിയോകൾ കണ്ടിട്ടാണ് പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതും വലിയൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എത്തി ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ സജി മണവാണ് എന്ന് പറഞ്ഞ വ്യക്തിനെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്. നമ്മൾ അയാളുടെ വിജയഗാഥകൾ ഒരുപാട് കണ്ടാണ്. പക്ഷെ ഇയാൾ നടന്നു വന്ന വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അത് അറിയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സംവാദം വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് മുഴുവൻ നിങ്ങൾ ചോദിക്കണം, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സജി സാറിനെ ക്ഷണിക്കണം. വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു, ഇത് മൈനസ് ഇതിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ഇത് തുടങ്ങിയിരിക്കുന്ന ഒരു 95% ഫാമായിട്ട് തുടങ്ങിയിരിക്കുന്ന 95 അല്ല 99%ഉം 100-ൽ കൂടുതൽ ആടുകൾ വളർത്തിയിരിക്കുന്ന ഏത് ഫാമും ഒരു 1-2 വർഷത്തിൽ കൂടുതൽ നടന്നു പോകാറില്ല. അപ്പൊ എങ്കിലും ഈ മൈനസുകളെ ആരും പറയാറില്ല. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ്സുകളോ പ്ലസുകൾ മാത്രം. ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസ്സുകൾ കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സയൻസ് പരമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, വല്ലതൊക്കെ തലകേറിയോ? അവർ മൈനസായിട്ട് ഒരു കാര്യം പറയില്ല. ഇതിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ വിശദീകരിച്ചു തരാം. എൻ്റെ ഒരു അനുഭവം, ഇത് ആരും ആട് വളർത്തരുത് എന്നല്ല, ആട് വളർത്തേണ്ടതിന്റെ പ്രായോഗികമായ വശത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ മേഖലയിൽ കൂടുതലും വഞ്ചിക്കപ്പെടുന്നത് പ്രവാസികളാണ്. പ്രവാസികൾ, എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. ഒരുപാട് പ്രവാസികളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരും വന്നിരിക്കുന്നത്, ഏകദേശം എല്ലാവരും വന്നിരിക്കുന്നത് പ്രവാസികളുടെ സഹായത്താല. അവര് ഫണ്ട് കൊടുത്തുകൊണ്ടും ഈ പരിപാടി നടക്കുന്നത് തന്നെ പ്രവാസികളാണ് നടത്തുന്നത്. അവർ വന്നിട്ടില്ലായിരിക്കും, ചിലരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ സുധേട്ടൻ തന്നെ ആൾക്ക് 8-10 ആട് വളർത്തുന്നു പ്രസിഡന്റിന്. പക്ഷെ പുള്ളി ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നേക്കണം. അതുപോലെ കുറച്ച് 1-2 ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഈ വന്നിരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാരിന് അവരുടെ സംഭാവനയാണ്. ഇപ്പൊ ശരിക്കും പറയുന്നത് നമ്മുടെ നാട്ടില് ഈ നാട് നടക്കുന്നത് തന്നെ നമ്മുടെ പ്രവാസികളുടെ കഴിവ് തന്നെയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കണക്ക് വന്നിരുന്നു, നമ്മുടെ നാട്ടില് പ്രവാസികൾ ഇന്ത്യയിലെ പ്രവാസികൾ കൊണ്ടുവരുന്ന പൈസയിൽ 30% നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ ഈ പ്രവാസികൾ വന്ന് വരുമ്പോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാം കൺസൾട്ടൻസി എന്ന് പറഞ്ഞ, ആട് ഫാം മാത്രമല്ല കേട്ടോ, പശു ഫാം, അങ്ങനെ കോഴി ഫാം, അങ്ങനെ പല മേഖലകളിൽ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ട് ഇവരെ കാത്ത് ശരിക്കും ഒരു ചതിക്കുഴിയായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ ശരിക്കും ഇവര് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാര് നമ്മളെ കാക്കണ പോലെ നമ്മുടെ നാടിന് സമ്പത്തിനെ പിടിച്ചു കൊണ്ടുവരുന്നു, നമുക്ക് ഉണ്ണാനും തരുന്നു, എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ പ്രവാസികളാണ്. പക്ഷെ ഇവര് വരുമ്പോ ശരിക്കും ഇവിടെ നമ്മൾ സെല്യൂട്ട് അടിച്ച സ്വീകരിക്കണ്ടേ? ഇവര് പറ്റിക്കാനായിട്ട് നിൽക്കുന്ന കുറെ സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവര് ഇപ്പൊ നമ്മളെ കുറെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ മധുരം പൊഴിട്ട് വാക്കുകളൊക്കെ ആയിരിക്കും കേൾക്കാൻ ഭയങ്കര ഇമ്പമുള്ള. അവര് നമ്മുടെ മൈൻഡിൽ എന്താണ് ഉള്ളതെന്നൊക്കെ അവർക്കറിയാം, നമ്മുടെ പൈസ എങ്ങനെ വലിച്ചെടുക്കാന്നുള്ളതെന്നൊക്കെ അറിയാം. അത് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾ, എന്റെ കുറെ അനുഭവങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തെപ്പറ്റി വ്യക്തമായ ഒരു ബോധ്യമാവും. പിന്നെ നമ്മൾ പറയുന്ന ഈ യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങള്, ഇപ്പൊ ഏകദേശം ഈ കുറച്ച് ആൾക്കാര് എന്റെ ഫാമിൽ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ യൂട്യൂബില് എന്നെ നിർത്തിയിട്ട് നമ്മൾ വിറ്റിട്ടുണ്ട് ഒരുപാട്.
വിൽക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പൊ എക്സാമ്പിള്, ഈ ഫാം കൺസൾട്ടൻസി ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ള കൺസൾട്ടൻസി, എനിക്ക് ആകെ ഏറ്റവും കൂടുതൽ ആടിനെ വളർത്തിയിരിക്കുന്നത് 300 എണ്ണത്തിന്റെ ആടിനെയാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. ഈ 300 എണ്ണം ആടിനെ വളർത്തിയിരിക്കുന്ന ആട് അപ്പൊ 200 എണ്ണം ആയപ്പോ തൊട്ട് ഈ കൺസൾട്ടൻസീസ് പുതിയ ആൾക്കാർ വലരിച്ചു വരുമ്പോ നല്ലൊരു ഫാം കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവര് എങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇവര് വന്നിട്ട് പറയും, ഇത് സജേട്ടന് വലിയ ആളാണ്, സംഭവമാണ്, അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളത് പൊക്കിയതിന് ശേഷം അവര് പറയും ആൾക്ക് 500 ആടുണ്ട്, എനിക്ക് 200 ആടുണ്ടാവുള്ളൂ. ഈ ആടിന് ഉണ്ടാകുന്നത് എളുപ്പമല്ല, ഒരു ഭയങ്കര സംഭവമുണ്ട്, ആൾക്ക് 2 ലക്ഷം രൂപ സമ്പാദ്യം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ സൗണ്ട് കേൾക്കൂല എല്ലാവരും. എന്റെ യൂട്യൂബിൽ കാണുന്ന ക്ലിപ്പിങ്ങുകൾ ഒരിക്കലും എന്റെ സൗണ്ട് അല്ല. എന്നെ കാണുമ്പോൾ പറയുന്നത് ലാഭത്തിന്റെ കണക്കുകൾ പറയുന്നത്. ഇപ്പൊ പലരും എന്നോട് സംശയങ്ങൾ ചോദിച്ചു, ചേട്ടാ ഇതിൽ തന്നെ ആരെങ്കിലൊക്കെ കുറെ ആൾക്കാരുണ്ട്, ചേട്ടൻ എന്തിനാ അനാവശ്യമായ കാര്യം പറയുന്നത്? 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആടിന് ലാഭമുണ്ട്. ഇതെന്റെ വോയിസല്ല, ഇവര് എന്നെ വെച്ച് വിറ്റിരിക്കുന്ന അപ്പൊ ഇവര് പറയും, ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാതെ ഞാൻ കുറെ കാര്യങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയി, ചേട്ടൻ എന്തിനാ കള്ളത്തരം പറഞ്ഞ് അങ്ങനെ ആൾക്കാർ പറ്റിക്കണേ? അപ്പൊ എനിക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവര് ഓടി വന്നിട്ട് പറയും ഇത് സജീവായ വലിയ സംഭവമാണ്, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് വലിയ, നമ്മൾ പൊക്കി പറയും. എന്നിട്ട് അവർ കൊണ്ട് നമ്മളെ വിൽക്കുക. ഇപ്പൊ ഞാൻ എന്റെ പല ഇതിൽ തന്നെ നമ്മുടെ പല ദൃശ്യമാധ്യമങ്ങളിലും ഞാനങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്, ഈ അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അവരോട് ഞാൻ കുറെ മൈനസായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആട് ഫാം മൈനസായ കുറെ സംഭവങ്ങളുണ്ട്, അതിനെ ഇങ്ങനെ ചെയ്തെങ്കിലേ ലാഭം ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, യൂറിൻ 50 രൂപയ്ക്ക് വിൽക്കണം, ഞാൻ 50 രൂപയ്ക്ക് യൂറിൻ വിൽക്കുന്നുണ്ട്, ശരിയായിട്ട് സംഭവമാണ്. ഈ 50 രൂപയ്ക്ക് യൂറിൻ വിൽക്കുന്നത് വല്ല 2-3 മാസം വരുമ്പോൾ 5 ലിറ്റർ 10 ലിറ്ററാണ്. എന്നിട്ട് അവര് കണക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ നീണ്ടൊരു കഥ പറഞ്ഞ, യൂറിൻ വിൽക്കുന്ന 50 രൂപയ്ക്കാണ്. ഈ 50 രൂപയ്ക്ക് യൂറിൻ വിറ്റ് കഴിഞ്ഞാൽ വൈദ്യശാലക്കാർക്ക് വില്ലാദ്രി എന്ന് പറഞ്ഞൊരു ഗുളിക അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. ഈ 50 രൂപയുടെ യൂറിൻ വല്ല 2 മാസത്തുമ്പോഴാണ് വിൽക്കണേന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവര് എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ യൂറിൻ 50 രൂപയ്ക്ക് വിൽക്കണം, എനിക്കൊരു ദിവസം 350 രൂപയുടെ 350 ലിറ്റർ യൂറിൻ ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞു. അപ്പൊ 3, 5, 15 രൂപ ഒരു ദിവസം വരുമാനം, 4 ലക്ഷം രൂപ ഒരു ദിവസം വരുമാനം, ഒരു മാസത്തെ വരുമാനം. അങ്ങനെ നമ്മുടെ പ്ലസുകളെ മാത്രം എടുത്ത് കാണിക്കുക, എന്നിട്ട് അതിന് ജനങ്ങളെ ചാടിക്കുക. അതുകൊണ്ട് കുറെ നേട്ടങ്ങളുണ്ട് ഈ ഫാം കൺസൾട്ടൻസീസ് നീ ചെയ്യണേ, നമ്മൾ വെച്ച് അവർ വിൽക്കുക. അപ്പൊ ഇതില് മൈനസ് കുറവുകളുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ആദ്യമേ ഈ കാര്യം പറയാൻ കാരണം നമ്മളെ വെച്ച് കുറെ ആൾക്കാർ വിറ്റിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് ഇതിന്റെ സാങ്കേതിക ഇവര് പറയുന്ന കണക്കുകൾ എന്ന് പറഞ്ഞപ്പോ തന്നെ പല കണക്കുകൾ പറയുന്നുണ്ട്. ഒരു നാടൻ ആട് ഒരു വർഷം 4 കുഞ്ഞ് പ്രസവിക്കും. അപ്പൊ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണെങ്കിൽ 4ാമത്തെ വർഷം 64 ആടായി. അപ്പൊ 5ാമത്തെ വർഷം 224 ആടായി. അപ്പൊ ഈ 224 ആടൊന്നും പ്രായോഗികമല്ല. ഇവര് കണക്കുകളുള്ള കുറെ കണക്കുകളൊക്കെ നിർത്തും. പിന്നെ ഇതില് സാങ്കേതിക വശം എന്ന് പറയുമ്പോ ഇത് സ്വന്തമായിട്ട് ഞാൻ ഇപ്പൊ എത്ര നിങ്ങളോട് മൈനസുകളെ മാത്രം പറയാനല്ല, ഇത് നടത്തരുത് എന്ന് പറയാനല്ല, ഇത് എങ്ങനെ ലാഭകരമായി നടത്താം ഇതിനെപ്പറ്റി ആരും പറയാറില്ല എന്നുള്ളതാണ് എന്റെ സത്യമായ ഒരു സങ്കടകരമായ അവസ്ഥ. ഇപ്പൊ ഗൾഫ് മലയാളികൾ എന്ന് വെച്ചാൽ ഗൾഫ് മലയാളികൾക്ക് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലിയുടെ ഭാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഓടുന്നുള്ള പ്രഷറും കൊണ്ട് ഓരോന്ന് റൂമിൽ വന്നിട്ട് നിൽക്കുമ്പോൾ നാടിനെ പറ്റി കാണാമെന്ന് പറയുമ്പോൾ ആദ്യം എന്താ ചെയ്യാ എന്നൊരു ചിന്ത വരുമ്പോൾ അവർ ആകെ ലാപ്ടോപ്പ് ഇറങ്ങിയിട്ട് ആദ്യം യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യും, ഗോഡ് ഫാമിംഗ് കേരള എന്നോ ഫാമിംഗ് കേരള എന്ന് പറയും. ആദ്യം ചാടി കയറി വരുമ്പോൾ ഞാൻ ഇപ്പൊ ഇതൊക്കെ പറയണ എന്റെ 3 ലക്ഷം രൂപ പെർ മന്തില് സമ്പാദിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്റെ നേരെ വിളിച്ച ആൾക്കാർ പറയാം. അപ്പൊ ഞാൻ വിളിക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട്, ഇത് അങ്ങനെ ലാഭകരമായിട്ടുള്ള സംഭവമല്ല, സ്വയം തൊഴിലായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവര് മറ്റൊരാൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലാഭവശങ്ങളെ മാത്രം പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
പിന്നെ ഇതിന്റെ സാങ്കേതിക വശം എന്ന് പറയുന്നത് ഇത് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് ലേബർ ആശ്രയിക്കാതെ. ഇത് ലേബറിന്റെ കുറെ പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്ന്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ആൾക്ക് ലേബേഴ്സിന് കിട്ടാറില്ല. ലേബേഴ്സിന് കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഇങ്ങനെയുള്ള പണിക്കൊന്നും കിട്ടാനില്ല. അപ്പൊ ഇപ്പൊ പുറമേന്ന് വന്ന ബംഗാളീസിനെ ഒറീസക്കാരെയൊക്കെ വിളിച്ചു കൊടുത്തത്. ഞാനിപ്പോ 2 വർഷമായിട്ടുള്ളൂ 22 ലേബർ വെച്ചു. 22 ലേബർ വെച്ച് പണിതിട്ട് ഒറ്റ ആള് നിൽക്കാൻ വയ്യാറില്ല. ഒരു പണി പഠിക്കണമെങ്കിൽ ഒരു 6 മാസം തന്നെയും മിനിമം നമ്മൾ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ 6 മാസം എടുക്കും. അപ്പൊ ഈ 6 മാസം 2 മാസത്തേക്കുള്ള ഒറ്റ ലേബർ നിൽക്കാറില്ല. അതിന് അടുത്ത ആൾ വരും, ആളെ പണി പഠിപ്പിക്കും, ആള് ഇഞ്ചക്ഷൻ അതായത് മെഡിസിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചു വരുമ്പോഴേക്കും അടുത്ത ആൾ ഓടിപ്പോകും. അപ്പൊ ലേബർ വെച്ച് ചെയ്യുക ഒരു പ്രായോഗികമായ ഒരു സംഭവമല്ല. ലേബർ വെച്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമേ എൻ്റെ ആശയപ്രകാരം ഈ കാര്യം തുടങ്ങാവൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കൺസൾട്ടൻസീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മളോട് ഈ കണക്കുകൾ എടുത്ത് 1.16, 1.4, അങ്ങനെ കണക്കുകൾ എടുത്തിട്ട് പറയും ലോൺ എടുക്കാം, ലോൺ എടുപ്പിക്കാം. ലോൺ എടുത്തിട്ട് എൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും പരിപാടി ചെയ്യരുത്. ഒരു 2 വർഷം ആവാണ്ട് ഇതിൽ നിന്ന് ഒരു പൈസ റിട്ടേൺ കിട്ടില്ല. ഇവര് ലോൺ എടുത്ത് ആ ലോണിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടും. ലോൺ എടുപ്പിച്ചിട്ട് എനിക്ക് ബാങ്കിൽ തന്നെ പരാതികളുള്ളൂ കുറെ. കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് ഇതേ സഹിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ 20 ലക്ഷം ലോൺ എടുത്തു. ഇപ്പൊ 2 വർഷമായി. എനിക്ക് ഈ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസം 20,000 ഞാൻ ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ലോൺ അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്ത് ലോണാ ക്ലോസ് ചെയ്തു. അതിന് കഴിഞ്ഞ ദിവസം ബാങ്കിലെ കൃഷി മാനേജർ വിളിച്ചിട്ട് പറയാം, ചേട്ടൻ എന്ത് പരിപാടി ചെയ്ത. എനിക്ക് ഒരുപാട് പരാതികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പരാതികൾ ഒന്ന് യൂട്യൂബിൽ പരാതി എന്താണ് ഇങ്ങനെ നുണ പറഞ്ഞെന്നുള്ളത്. 2 ആ യൂട്യൂബിലെ സൗണ്ട് എന്റെ ക്ലിപ്പിന് പാം ചാലക്കുടി എന്ന് പറഞ്ഞ ക്ലിപ്പിന് കിടപ്പുണ്ട്. അതെന്റെ ഇപ്പൊ 30,000 വ്യൂസ് കണ്ട ഒരു ക്ലിപ്പിംഗാണ്. അത് നിങ്ങൾ ഒന്നുകൂടി പോയി ഉടനെ ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്റെ സൗണ്ട് ആണോ അതില്, ആരുടെ സൗണ്ട് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഇത് ആരാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ലോണിന്റെ കാര്യം പറഞ്ഞു തന്നല്ലോ. ലോണ് 2 വർഷം ആവാതെ ഇതിൽ റിട്ടേൺ അടയ്ക്കാൻ എന്തെങ്കിലും പൈസകളൊന്നും കിട്ടില്ല. അപ്പൊ ലോൺ എടുത്ത് നമ്മുടെ ഭൂമി വെച്ചിട്ടൊക്കെയാണ് ലോൺ എടുക്കുന്നത്. 2 വർഷത്തിൽ ലോൺ അടയ്ക്കാതെ വരുമ്പോ നമ്മുടെ ഉള്ള സമ്പാദ്യങ്ങളോട് കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോൺ എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമല്ല. സ്വന്തമായി പൈസ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം 2 വർഷം പിടിച്ചു നിൽക്കാനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങേണ്ടത്. എൻ്റെ ഒരു ആശയം പറഞ്ഞാണ്. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നേരത്തെ ക്ലാസ്സുകളിൽ അഭിപ്രായം പറഞ്ഞിരുന്നു 275 രൂപയ്ക്ക് കിലോയ്ക്ക് ലൈവ് വെയിറ്റ് കിട്ടുന്നു. ഇപ്പൊ കേരളത്തില് പ്രാദേശികമായിട്ട് 450 രൂപ മുതൽ 550 രൂപ വില വരെ കേരളത്തില് മട്ടണിപ്പ് വിലയുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ കിടക്കുന്ന 450 രൂപ വില. ഈ മട്ടന്റെ ബിസിനസ്സിൽ ഒരു വിശ്വസനീയത വളരെ കുറവാണ്. അപ്പൊ ഈ വിശ്വസനീയമായിട്ട് ഈ സാധനം കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ സംഭവം നല്ലോണം ചെലവാകും. അപ്പൊ നമ്മള് സ്വന്തമായിട്ട് ഫാം നമ്മള് വളർത്തിയിട്ട് അവിടെ തന്നെ സ്ലോട്ടർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ പ്രാദേശിക വിലക്കാലം ഒരു 10% വില. ഇപ്പൊ 450 രൂപ വിലക്ക് മട്ടന്റെ വിലയാണ്. ഞാൻ 500 വിലയ്ക്ക് കൊടുക്കണം മട്ടൻ. ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 500 വിലയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കാനുണ്ട്. പ്രാദേശിക വിലകൾ 10% എന്തായാലും വില കൊള്ളു കിട്ടും. 550 രൂപ വില ഉള്ളവർക്ക് 600 വില കിട്ടും. അങ്ങനെ കൂടി ചെയ്യാൻ ഈ 3 കാര്യം കൂടി നമുക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ആടുഫാം തുടങ്ങാവൂ എന്നാണ് ഞാൻ ഇപ്പോൾ 3 കാര്യം പറഞ്ഞത്. ഒന്ന്, സ്വന്തമായിട്ട് ലേബർ വെക്കാതെ സ്വന്തമായിട്ട് ചെയ്യണം. അതിൽ സ്വന്തമായിട്ട് ലേബറുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ അടുത്ത് ഒരു പശുഫാം നടക്കുന്നുണ്ട്. ഒരു ചേട്ടന് ചേച്ചി 25 പശുവിനെ പോറ്റുണ്ട്. അവര് ഭയങ്കര വിജയമായിട്ട് നടക്കണേ. അപ്പൊ പുലർച്ചെ 3 മണിക്ക് ഇരിക്കും. എന്നിട്ട് അവര് രാത്രി 11 മണി വരെ 365 ദിവസം അങ്ങനെ തന്നെയാണ്. അവര് 2 ആള് കൂടി 5 or 6 ആളുടെ പണി അവർ 2 ആള് കൂടി എടുക്കുന്നു. ആ ഒരു സമ്പാദ്യമാണ് അതിലുണ്ടാക്കുക. അപ്പൊ 5 ആളെ പണിക്ക് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള സംഭവം ഉണ്ടാവുള്ളൂ. അവർ കറക്റ്റ് ആയിട്ട് നോക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് ലേബർ വെച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം വിജയിക്കുകയുള്ളൂ. പിന്നെ ഈ കൂട് ആട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ
എനിക്ക് കൂട് പണിത് തന്നത് നമ്മുടെ കൺസൾട്ടൻസിയാണ്. എനിക്ക് 300 ആടിന് മൊത്തം, വലിയ ആടാണെങ്കിൽ 250 ആട് നിൽക്കാനുള്ള കൂടുള്ളൂ. വലുത് ചെറുതടക്കം എൻ്റെ കയ്യിൽ 300 ആട് നിൽക്കാനുള്ള കപ്പാസിറ്റിക്കുള്ള കൂടേ ഉള്ളൂ. ഈ കൺസൾട്ടൻസി ഇവര് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പല പല ഇതുപോലെ കുറെ കണക്കുകൾ പറയും. അങ്ങനെ മറ്റത് അങ്ങനെയുള്ള നമുക്ക് വിശ്വസനീയമായ വിശ്വസിക്കാവുന്ന കുറെ കണക്കുകൾ, നമുക്ക് വിശ്വസിക്കാവുന്ന കുറെ കണക്കുകൾ എന്താണെന്ന് അവർക്കറിയാം. ആ കണക്കുകൾ പറഞ്ഞിട്ട് പറയും കൂട് പണിയാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിപ്പിക്കും. 18 ലക്ഷം രൂപ 300 ആടിന് നിൽക്കാവുന്ന കൂടിന് എൻ്റെ കയ്യിൽ നിന്ന് 18 ലക്ഷം രൂപ വാങ്ങി. ഈ കൂട് തന്നെ നിർമ്മിക്കാൻ 6 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. ഞാനിപ്പോ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പല ആൾക്കാർക്ക് ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഞാൻ ഈ 6 ലക്ഷം രൂപയ്ക്ക് ഈ സംഭവം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര കൂട് നമ്മൾ ശരിക്കും കൺസൾട്ടൻസി, ഞാൻ പറയുന്നതിന് കാരണം കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഒരു സൂചിക്ക് എടുക്കേണ്ട സാധനം അവര് തൂമ്പയ്ക്ക് നമ്മൾക്ക് ചെയ്യിപ്പിക്കും. തൂമ്പയ്ക്കാണ് ഒരു JCBയുടെ പൈസ എടുപ്പിക്കും. ഈ JCBയുടെക്ക് ചെയ്യേണ്ട കാര്യം അവർ പിന്നിന് ചെയ്തെടുക്കണം. അതാണ് കൺസൾട്ടൻസി. അതിന്റെ ബ്രെയിന് വേണ്ടി പൈസ കൊടുക്കണം. അവര് നമ്മളെ കൊണ്ട് കുറെ പൈസ ലാഭിക്കുക, അതിന്റെ കമ്മീഷൻ അവർ അടിച്ചോണ്ട് പോവുക, അല്ലെങ്കിൽ കൂട് ആട് എന്ന് പറഞ്ഞ് ചെയ്യുക. അപ്പൊ ഒരു കൺസൾട്ടൻസിനും സമീപിക്കേണ്ട കാര്യമില്ല കൂട് ആട് എന്ന് പറഞ്ഞ്. ആട് എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് നമ്മൾ വസിക്കുന്ന, ഞാൻ പഠിച്ചെടുത്തോളം നമ്മൾ വസിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നല്ല എണ്ണം കൂടുതലുള്ള വലിപ്പമുള്ള നാടൻ ആടുകൾ എന്ന് വെച്ചാൽ 2 or 3 കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന നമ്മൾ കളക്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അത് എവിടെ അന്വേഷിച്ചാലും കുറെ കറണ്ടായി വരും. അപ്പൊ കുറെ അന്വേഷിച്ച് കണ്ടെത്തുക. അങ്ങനെയാണ് ആടിന്റെ കളക്ഷൻ എടുക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഹൈബ്രിഡ് ആടുകൾ ഒരിക്കലും വാങ്ങരുത്. അപ്പൊ ഹൈബ്രിഡ് ആടുകൾക്ക് 2-3 കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. നാടൻ ആടുകൾക്ക് നല്ല വലിപ്പമുള്ള 2 or 3 കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന ആടിനെ, പിന്നെ ഈ വലിയ കൂടുതൽ പ്രസവം കഴിഞ്ഞ ആടുകളെ തെരഞ്ഞെടുക്കരുത്. കുഞ്ഞിന് കൂടുതൽ പ്രായമായോന്ന് അറിയാനായിട്ട് 4 പല്ലിൽ കൂടുതലുള്ള 2 തുറന്നു നോക്കിയാൽ അറിയാം. 4 പല്ലെന്ന് പറയുന്നത് 2 വയസ്സാവുമ്പോഴാണ് വരുന്നത്. 2 വയസ്സിൽ കൂടുതൽ പ്രായമായ ആടിനെ വാങ്ങരുത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്ന ആടിനെ അറിയുന്ന പ്രായം അറിയുന്ന പിൻകാലുകളിൽ ആ കുളമ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രായം കുറവായിരിക്കും. ഓരോ പ്രസവം കഴിയുമ്പോൾ ഇങ്ങനെ ബെൻഡായിക്കൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ ബെൻഡായിക്കൊണ്ടിരിക്കും ബാക്കിലെ കാല്. അങ്ങനെയാണ് ഇതിന്റെ പ്രായം തിരിച്ചറിയുക. അങ്ങനെ നല്ല ആരോഗ്യമുള്ള ആടുകളെ മാത്രം സെലക്ട് ചെയ്യുക, അത് വാങ്ങുക. പിന്നെ രണ്ടാമത് ഹൈബ്രിഡ് ആടുകൾ എല്ലാ വർഷവും നമ്മൾ ഇൻബ്രീഡിങ് വരാൻ പാടില്ല. ഇൻബ്രീഡിങ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വളർച്ചയിൽ ഒരുപാട് കുറവ് വരും. അപ്പൊ ഇൻബ്രീഡിങ് വരാതിരിക്കാൻ ഓരോ വർഷം ചെല്ലുമ്പോൾ ആടിനെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ ഹൈബ്രിഡ് ആടുകൾ വെക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് ഉള്ളത്, ഇപ്പൊ ഹൈബ്രിഡ് ആടുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ബീറ്റൽ എന്ന് പറഞ്ഞ പഞ്ചാബിന്റെ കൂടുതലും വരുന്ന രാജസ്ഥാനിൽ നിന്നാണ്. ശിരോഗി, പർബസരി അങ്ങനെയൊക്കെ രാജസ്ഥാനിൽ നിന്ന് വരുന്ന ബ്രീഡുകളാണ്, അല്ലെങ്കിൽ ജമുനപ്പാരി. ഈ ആടുകളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ മാർക്കറ്റുകളിൽ കൂടുതലും അഹമ്മദാബാദ് ഒരു 10 മാർക്കറ്റ് ഏരിയയിൽ കയറിയതിന് ശേഷമാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഈ ആടുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ മാർക്കറ്റുകളിൽ കയറി ഇറങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ള ആടുകൾക്ക് ഇൻഫെക്ഷൻ പകരും. അപ്പൊ ഇൻഫെക്ഷൻ പകർന്നു കഴിയുമ്പോൾ നമ്മുടെ കൂട് മൊത്തം നശിച്ചു പോകും. അപ്പൊ ഹൈബ്രിഡ് ആടുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നാടുമായിട്ട് 3-4 മാസം ക്ലൈമറ്റ് സൂട്ടായ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഹൈബ്രിഡ് ആടുകളെ 4 മാസം തന്നെയെങ്കിലും ഇവിടെ നിൽക്കുന്ന ഹൈബ്രിഡ് ആടുകളെ മേടിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ ആട് വാക്സിൻ, ആടിന്റെ ഒരു സംഭവം പറഞ്ഞിരുന്നില്ല. ഈ വളർച്ചയെ വളരെ സഹായിക്കുന്ന 2 ഘടകമാണ്. ഒന്ന് വന്ധീകരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ചെയ്യുന്ന കാസ്കർ എന്ന് പറഞ്ഞൊരു പ്ലെയർ പോലത്തെ സംഭവം ചെയ്തിട്ട് അതിന് പ്രസ് ചെയ്തിട്ടാണ് വന്ധീകരിക്കുന്നത്. ആ വന്ധീകരണം ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. കാരണം ആ വന്ധീകരണം ചെയ്ത കുറെ ദിവസം അത് നീര് വന്നിട്ട് തീറ്റെടുക്കാതെ അത് കുറെ ക്ഷീണിച്ചു പോകും. അതും ഗുണകരമായ കാര്യമല്ല എൻ്റെ അഭിപ്രായം. ഞാൻ ചെയ്തു നോക്കിയതാ, അത് സുഖകരമായ കാര്യമല്ല. പക്ഷെ ഈദ് കോട്ടിന്
സൗദിയിലൊക്കെ ചെയ്യുന്ന ഒരു വന്ധീകരണ രീതിയുണ്ട്. ആ വന്ധീകരണ രീതി ചെയ്തു കഴിഞ്ഞാൽ ആടിനൊരു യാതൊരു പ്രോബ്ലം ഉണ്ടാകാറില്ല. അത് നല്ല വളർച്ചയുണ്ടാവും. അതിപ്പോൾ ആരെങ്കിലും എന്നെ സമീപിക്കുകയാണെങ്കിൽ ഇത് വന്ധീകരണം എനിക്കറിയാം, ആർക്കെങ്കിലും താല്പര്യമുള്ളവർ എന്നെ സമീപിച്ച് ഞാൻ കാണിച്ചു തരും. ഞാൻ ഒരുപാട് ആൾക്കാരെ ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വന്നോടുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്, അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു രീതിയാണ് ഈദ് ബോട്ടിന്റെ വന്ധീകരണം. ഈദ് വന്ധീകരണം ചെയ്ത് കഴിഞ്ഞാൽ വളർച്ച നല്ലതായിരിക്കും. പിന്നെ രണ്ട് ചെയ്ത് ഐബർമെറ്റിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഇഞ്ചെക്ട് ചെയ്യണം. അത് ഈ മരുന്ന് കമ്പനികളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലും പുറത്തുമായിട്ടുള്ള കുറെ പരാതങ്ങൾ അകന്നു പോകും. അപ്പൊ അത് വളർച്ചയ്ക്ക് വളരെ സഹായിക്കും. ഒരു 30-40% വളർച്ച കൂടുവാൻ വളരെ സഹായിക്കും.